ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ചടിയാണ്. പലതരം പച്ചടികളുണ്ട്. ഞാനിവിടെ ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയാണ് തയ്യാറാക്കുന്നത്. സദ്യയിലെ പ്രധാനപ്പെട്ട കറിയാണ് പച്ചടി. തേങ്ങയും കടുകും കൂടി അരച്ചു ചേർത്താണ് സാധാരണ പച്ചടികൾ തയ്യാറാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാം. ഞാനിവിടെ 2 ചെറിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് വളരെ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് കറിയിൽ വേറിട്ട് കിടക്കില്ല, കറിയുമായി നന്നായി യോജിച്ച് തന്നെ നിൽക്കും. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരൽപ്പം ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 2-3 ഇതള് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ഞാനിവിടെ 1 കപ്പ് തൈര് കട്ടകളെല്ലാം നന്നായി ഉടച്ചതിന് ശേഷം എടുത്തിരിക്കുന്നതാണിത്. ഇനി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി ചേർക്കാം. ഇഞ്ചി വളരെ ചെറുതായി വേണം അരിഞ്ഞെടുക്കാൻ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 7 തൊട്ട് 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് വഴറ്റുക. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചടിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇത് സദ്യയിലെ ഒരു പ്രധാന വിഭവം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.